ഹായ് നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് പുതിയ ഒരു കഥയിലോട്ട് സ്വാഗതം. അപ്പോൾ കഥകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ കഥകൾ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിങ്ങൾക്ക് പകർത്താൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഈ കഥകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കഥ ആരംഭിക്കാം. അപ്പോൾ ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജസദസ്സിലേക്ക് ചെന്ന് തൻ്റെ രാജസദസ്സിലെ ആൾക്കാരോട് പറഞ്ഞു, അല്ലയോ പണ്ഡിതന്മാരെ, ഞാൻ ഒരു വൈരമോതിരം മേടിച്ചു. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പിൻഗാമികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം. അവർക്ക് ജീവിതത്തിൽ ആപത്ഘട്ടങ്ങളിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ചെറിയ കുറിപ്പ്. പക്ഷേ ആ കുറിപ്പ് എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായിരിക്കണം. എൻ്റെ ഈ വൈരമോതിരത്തിനകത്ത് ഒളിപ്പിച്ചു വെക്കാൻ പാകത്തിനുള്ളതായിരിക്കണം. അവിടെയുള്ള പണ്ഡിതന്മാരെല്ലാം തന്നെ അഗാധമായ പാണ്ഡിത്യമുള്ളവരായിരുന്നെങ്കിലും അവർക്കാർക്കും ഈ ചെറിയ മോതിരത്തിനകത്ത് മറച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ തീരെ ചെറിയ ഒരു വാക്യം എഴുതി ഉണ്ടാക്കാൻ പറ്റിയില്ല. അവർ വളരെയേറെ ശ്രമിച്ചു നോക്കി, പക്ഷേ നടന്നില്ല. അവസാനം നമ്മുടെ രാജാവ് ആകെ നിരാശനായി. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ അദ്ദേഹത്തിൻ്റെ അന്തഃപുരത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ എടുത്തു വളർത്തിയ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു പരിചാരകനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് രാജാവ് പറയുകയാണ്, എനിക്ക് ഇങ്ങനെയുള്ള ഒരു ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ കൊട്ടാരത്തിലെ ഒരു പണ്ഡിതന്മാർക്ക് പോലും അങ്ങനെയുള്ള ഒരു ഹ്രസ്വമായിട്ടുള്ള കുറിപ്പ് എനിക്ക് എഴുതി തരാൻ പറ്റുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ വൃദ്ധൻ പറയുകയാണ്, അല്ലയോ തിരുമനസ്സേ, അങ്ങയുടെ പിതാവ് ഇവിടെ രാജാവായിട്ട് വാഴുന്ന കാലം അദ്ദേഹത്തെ കാണാനായിട്ട് ഒരു പണ്ഡിതൻ വന്നു. ആ പണ്ഡിതൻ അന്ന് എന്നോട് ഒരു ചെറിയ കാര്യം പറഞ്ഞു. അങ്ങയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ അതൊന്ന് എഴുതി തരട്ടെ? രാജാവ് പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങയ്ക്ക് അത് എഴുതിത്തരാം. അങ്ങനെ ആ വൃദ്ധനായിട്ടുള്ള പരിചാരകൻ രാജാവിന് വളരെ ചെറിയ ഒരു കുറിപ്പടി എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ രാജാവ് അത് തുറന്ന് അത് വായിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ആ വൃദ്ധനായിട്ടുള്ള പരിചാരകൻ പറയുകയാണ്, പാടില്ല, അങ്ങ് ഇപ്പോൾ ഇത് വായിക്കാൻ പാടില്ല. അങ്ങയ്ക്ക് ഏതെങ്കിലും ഉചിതമായ സമയം വരുമ്പോൾ അങ്ങയ്ക്ക് ഇത് വായിക്കാവുന്നതാണ്. അതുവരെ അങ്ങ് ഈ കുറിപ്പടി അങ്ങയുടെ മോതിരത്തിനകത്ത് ഒളിപ്പിച്ചു വെക്കുക. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രാജാവ് സമ്മതിച്ചു. അദ്ദേഹം ആ കുറിപ്പടി വാങ്ങി അദ്ദേഹത്തിൻ്റെ വൈരമോതിരത്തിനുള്ളിൽ അത് മറച്ചു വെച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അയൽ രാജ്യക്കാർ രാജാവിനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. അവർ കൂട്ടമായിട്ട് വന്നു. രാജാവിന് ഒരു രക്ഷയുമില്ല. രാജാവ് അവിടുന്ന് പലായനം ചെയ്തു. അദ്ദേഹം കുറേ ദൂരം പലായനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് അദ്ദേഹം പലായനം ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം ദൂരേക്ക് ഓടി മറയാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എണ്ണത്തിൽ കൂടുതലുള്ള ശത്രു സൈന്യം അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. അവസാനം അദ്ദേഹം ചെന്നുപെട്ടത് ഒരു കൊടും കാട്ടിനുള്ളിലായിരുന്നു. കുറേ ദൂരം ആ കൊടും കാട്ടിനുള്ളിൽ സഞ്ചരിച്ച് അദ്ദേഹം ചെന്നുപെട്ടത് വളരെ ചെങ്കുത്തായിട്ടുള്ള ഒരു മലയുടെ അടിയിലായിരുന്നു. അതിൻ്റെ താഴ്വാരത്ത് അദ്ദേഹത്തിന് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യ. കാരണം മുമ്പിൽ അതിഭീകരനായ മലയാണ്. തിരിച്ച് അദ്ദേഹം വന്നാലോ അദ്ദേഹം ശത്രു രാജ്യത്തിൻ്റെ സൈനികരുടെ കണ്ണിൽപ്പെടും. അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് വൃദ്ധനായിട്ടുള്ള പരിചാരകൻ അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു കുറിപ്പടിയെക്കുറിച്ച് ഓർമ്മ വന്നു. എന്തായാലും അതൊന്ന് വായിച്ചു നോക്കാം. അദ്ദേഹം ആ മോതിരം തുറന്ന് അതിനകത്തിരുന്ന ആ കുറിപ്പെടുത്ത് വായിക്കുകയാണ്. അതിനകത്തുണ്ടായിരുന്നത് ഇങ്ങനെയാണ്: അതെ, ഇതും കടന്നു പോകും. അദ്ദേഹത്തിന് വളരെയേറെ ആവേശമായി. അതെ, ഇതും കടന്നു പോകും. അദ്ദേഹം ആ കുറിപ്പിൽ വീണ്ടും വായിക്കുകയാണ്. അതെ, ഇതും കടന്നു പോകും. അദ്ദേഹത്തിൻ്റെ ആവേശം വർദ്ധിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിറകിൽ അദ്ദേഹത്തെ പിന്തുടർന്ന് വന്ന ശത്രു സൈന്യം കാട്ടിനുള്ളിൽ ഛിന്ന ഭിന്നമാകാൻ തുടങ്ങി. അദ്ദേഹത്തെ കാണാനില്ലാതെ അവർ ആ കൊടും കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് വന്യമൃഗങ്ങൾ ആക്രമിച്ചു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഛിന്ന ഭിന്നരായി. അവർ നാശത്തിൻ്റെ വക്കിലോട്ടവർ പോയി.
അങ്ങനെ രാജാവ് തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് കിട്ടിയത് വലിയ വരവേൽപ്പായിരുന്നു. കാരണം അവരുടെ രാജാവ് ശത്രു സൈന്യത്തെ ഒറ്റയ്ക്ക് കീഴടക്കിയിരിക്കുന്നു. അവർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ രാജാവ് അദ്ദേഹത്തിൻ്റെ വൃദ്ധനായിട്ടുള്ള പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ എനിക്ക് തന്ന ആ ഒരു വാക്ക് അതാണ് എല്ലാത്തിനും കാരണം. നമുക്ക് ആഹ്ലാദിക്കാം, നമ്മുടെ രാജ്യത്ത് മുഴുവൻ ആഹ്ലാദമാകട്ടെ. അപ്പോൾ ആ വൃദ്ധനായിട്ടുള്ള പരിചാരകൻ പറഞ്ഞു, താങ്കൾ ആ കുറിപ്പ് ഒരു വട്ടവും കൂടെ എടുത്തൊന്ന് വായിക്കൂ. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്തിനാണ് ഞാനത് വായിക്കുന്നത്? താങ്കൾ പറഞ്ഞത് ആപത്ഘട്ടങ്ങളിൽ മാത്രമല്ലേ അത് വായിക്കാൻ പാടുള്ളൂ എന്നല്ലേ? അല്ല, സന്തോഷം വരുമ്പോഴും ആ കുറിപ്പ് താങ്കൾക്ക് ഉപകാരപ്പെടും. താങ്കൾ വായിക്കൂ. അങ്ങനെ രാജാവ് പിന്നെയും അത് മോതിരത്തിൽ നിന്നെടുത്ത് വായിച്ചു. അതെ, ഇതും കടന്നു പോകും. അതെ, ഇതും കടന്നു പോകും. ഈ സന്തോഷവും കടന്നു പോകും. അദ്ദേഹം വീണ്ടും ആലോചിച്ചു. എത്ര അർത്ഥവത്തായ വാക്കുകൾ. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. ദുഃഖം വരും, സങ്കടം വരും, നിരാശ വരും. എല്ലാവരും നമ്മളെ തകർക്കാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, അതെ, ഇതും കടന്നു പോകും. നമ്മൾ പൂർവ്വശക്തനാവും. അതെ, ഇതും കടന്നു പോകും. ഈ ദുഃഖം, നിരാശ, ഇതെല്ലാം കടന്നു പോകും. നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ, നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, അതെ, ഇതും കടന്നു പോകും. ഈ ആവേശം കടന്നു പോകും. ഈ സന്തോഷം കടന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ യുക്തിപരമായിട്ട്, ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോകുക. ഒന്നിലും അമിത ആവേശം കാണിക്കരുത്. ഒന്നിലും നിങ്ങൾ തളരാനും പാടില്ല. ജീവിക്കുക. മുമ്പോട്ട് കുതിക്കാനുള്ള ഊർജം നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങൾക്ക് അത് ഉണ്ടാവും. അതെ, ഇതും കടന്നു പോകും. സന്തോഷം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അതെ, ഇതും കടന്നു പോകും. ഇനി ചിലപ്പോൾ നമ്മൾ ദുഃഖത്തിലേക്ക് പോകും. നമ്മൾ ജീവിതത്തെ ഫേസ് ചെയ്യാൻ എപ്പോഴും തയ്യാറാകുക. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.